പഴയ തലമുറയെ ഓർമ്മപ്പെടുത്തലും പുതിയ തലമുറയ്ക്ക് പുതിയ ഡീറ്റെയിൽസ് നൽകുമെന്നായ ഭാഗമായി നമ്മളൊരു തറവാട്ടിലേക്ക് തിരിഞ്ഞു നോട്ടം എന്നൊരു സെഷൻ ഇത് കഴിഞ്ഞ് നമ്മുടെ വേനപ്പെട്ട ബഷീറാപ്പ ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. അതിലൂടെ ഇപ്പോൾ നമ്മൾ കുറേ അധ്വാനിച്ച് കളക്ട് ചെയ്ത കുറേ നമ്മുടെ താഴ്വേരുകളെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ അതിലൂടെ നമുക്ക് കിട്ടുന്നതും, അതിൻ്റെ ഭാഗമായി നമ്മൾ ഒരു ബുക്ക്ലെറ്റ്, ഒരു താഴ്വേരുകളിലൂടെ പുതിയ വീട്ടിൻ്റെ താഴ്വേരുകളിലൂടെ ഒരു ബുക്ക്ലെറ്റ് നമ്മളുടെ പ്രകാശനം ചെയ്യുന്നതുമായിരിക്കും. അടുത്ത മൂന്നാമത്തെ ഉദ്ദേശമായ ഭാവി എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം, ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്യാം എന്നതിനെക്കുറിച്ച് 2 ആശയങ്ങളാണ് വന്നത്. ഒന്ന്, ഒരു എഡ്യൂക്കേഷണൽ കോർ ടീം രൂപീകരിക്കുകയും അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളിൽ ഈ കുടുംബത്തിൽ കുറേയധികം പലവിധ ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ചിലർ സർക്കാർ ജോലികളിലുണ്ട്, കോർപ്പറേറ്റ് ജോലികളിൽ വലിയ മാനേജ്മെൻറ്റ് ഓപ്പറേഷൻസിൽ ഉൾപ്പെടുന്നവരുണ്ട്, IT മേഖലയിലുണ്ട്, സയൻറ്റിസ്റ്റുകളുണ്ട്. ഇവരെല്ലാം പലർക്കും കണക്ട് ചെയ്യാൻ പറ്റാതെ ഒരു വളർന്നു വരുന്ന തലമുറയ്ക്ക് എങ്ങനെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റും എന്ന് ഉള്ളൊരു ചിന്തയിലാണ് ഈ കോർ ടീം രൂപീകരിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റത്തെ ഭാഗമായാണ് നാം എന്താണെന്നറിയലും നമ്മുടെ മക്കളെ എന്താക്കണമെന്നും അറിയാമുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ കരിയർ ആൻഡ് പാരൻറ്റിങ് സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് വളരെ നല്ല രീതിയിൽ നമുക്കെല്ലാവർക്കും നമ്മൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാവി പരിപാടികളിലൂടെ അതിൻ്റെ എഡ്യൂക്കേഷൻ കോർഡിൻ്റെ ഭാവി പരിപാടികൾ വഴിക്ക് നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. ഞാനധികം നേടുന്നില്ല. നമ്മുടെ ഈ കുടുംബത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും അതൊരു പ്രതീകാത്മകമായി നിലകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിനായി മഹൽ പ്രസിഡന്റ് ജനാബ് അബ്ദുൽ സലാം സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പുതിയ വീട് തറവാടിൻ്റെ ജീവിച്ചിരിക്കുന്ന കാരണവന്മാരെ, സഹോദരിമാരെ, യുവാക്കളെ, യുവതിയുവാക്കളെ, ഈ കുടുംബസംഗമം സംഘടിപ്പിച്ച ഇതിൻ്റെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ യുവാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയ വീട് തറവാടിൻ്റെ 4 തലമുറകൾ സംഗമിക്കുന്ന ഒരു സംഗമമാണ്, ഒരു കുടുംബ സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. ചേർപ്പ് ചെറുചേനം മഹലിൻ്റെ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുടുംബ സംഗമം വേദിയാകാൻ എനിക്ക് അവസരം ലഭിച്ചത്. ചേർപ്പ് ചെറുചേനം മഹലിൻ്റെ ഉത്ഭവം പോലും പുതിയ വീട് തറവാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ചരിത്ര സത്യം ഇന്നത്തെ തലമുറയിൽ പലവർക്കും അറിവില്ലാത്ത ഒരു കാര്യമാണ്. എൻ്റെ അനുഭവത്തിൽ പുതിയ വീട്ടിൽ കുഞ്ഞ് മൊയ്തീൻക, നമ്മുടെ മാമദ്ക്കാടിയും അതിലേർക്കാടും ഉപ്പ, പക്കർക്കാട് സേതോമ്മക്കാട് ഉപ്പ, ഇവരൊക്കെ കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. പുതിയ വീട് തറവാടിൻ്റെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മളും നാളെ നഷ്ടപ്പെടേണ്ടവരാണ്. ഈ മഹല്ലുമായി പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്തിട്ടുണ്ട് പുതിയ വീട് തറവാട്. അതിൽ നാം എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരാണ് CK അബ്ദുൽ ഖാദർ എന്ന നഹ സാഹിബ്. അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്
മഹല്ലിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് മാത്രമല്ല, പുതിയ വീട് കുടുംബത്തിൽ ഒരു തർക്കമുണ്ടായാൽ, ഒരു പ്രശ്നങ്ങളുണ്ടായാൽ അതിൽ ഇടപെടുവാനുള്ള ഒരു തുറുപ്പ് ചീട്ടായിരുന്നു അബ്ദുൽ ഖാദിർക്ക. ഇന്ന് നമുക്ക് അന്യം വന്നതും അതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കുടുംബത്തെ കഴിവുള്ള ആളുകൾ അതിടപെട്ട് പരിഹരിക്കാൻ ആകുന്നില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. പണ്ടൊക്കെ ഈ കുഞ്ഞായ്മക്കാട് കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സുഖമുണ്ടായിരുന്നു. കലഹങ്ങൾ കുറവായിരുന്നു. കൂട്ടുകുടുംബാദികളിൽ പ്രശ്നമുള്ളപ്പോൾ അതിലിടപെടുമായിരുന്നു. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അണുകുടുംബ സമ്പ്രദായം വന്നപ്പോൾ ചേട്ടനനിയന്മാരും മക്കൾ പോലും പരിചയപ്പെടുത്തേണ്ട ഒരു സ്ഥിതിശീലക്ക് ഈ കാലഘട്ടം നമ്മളെ എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ കുടുംബസംഘത്തിൻ്റെ പ്രസക്തിയും. പണ്ടൊക്കെ സമാധാനമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു, ദാരിദ്ര്യത്തിൽ നിന്ന് പോലും. ഇന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കപ്പെട്ടപ്പോൾ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട ഒരു സമൂഹമായി, ഒരു കുടുംബങ്ങളായി നമ്മുടെ ചുറ്റുപാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മൂലതായ കാരണം നമ്മുടെ കൂട്ടുകുടുംബ സമ്പ്രദായം നശിച്ചതാണ് ഇതിന് ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന്. പണ്ടൊക്കെ 10-13 മക്കളുണ്ടാവും. 2-3 ചേട്ടനിയന്മാർ 10ാം ക്ലാസ് വരെ എങ്കിലും ഒന്നിച്ച് ജീവിച്ചിരുന്നു. വഴക്കുമക്കാണങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊരു വൈരാഗ്യ വഴക്കുകളായിരുന്നില്ല, സൗഹൃദ വഴക്കുകളായിരുന്നു. കൃപ ഉണ്ടായിരുന്നു, മനസ്സിൽ ഒരു കൃപ രക്തബന്ധങ്ങളോടുണ്ടായിരുന്നു അന്ന്. ഇന്ന് വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടി ജനിക്കുന്നതിനേക്കാളും മുന്നേ മാറി താമസിക്കണം എന്നുള്ള ചിന്താഗതി കെട്ടിക്കൊണ്ടുവരുന്ന സ്ത്രീകൾക്കും കെട്ടിക്കൊണ്ടുവന്ന പുരുഷനും ഉത്ഭവിക്കുകയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സുഖസൗകര്യങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കാനുള്ള ത്വര. ഇതിൽ നിന്നും നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബത്തെയാണ്, നമ്മുടെ സംസ്കാരത്തെയാണ്, നമ്മുടെ സ്നേഹത്തെയാണ്, നമ്മുടെ കൃപയെയാണ്. പണ്ട് ഒന്നിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഉള്ള സന്തോഷം നമുക്കിപ്പുണ്ടോ? എല്ലാ സൗകര്യങ്ങളും നമുക്കില്ലേ? ഇന്ന് കുടുംബാദികളെ പറഞ്ഞറിയിക്കുക. ഇപ്പോൾ ഇതിൽ തന്നെ സംഗമിക്കുന്ന പലവരും ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടാൽ ഇപ്പോൾ തിരിച്ചറിയാത്ത രീതിയിൽ പ്രായമായിട്ടുണ്ടാവും. പണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ കാരണന്മാരുണ്ടായിരുന്നു. 2-3 മക്കൾക്ക് 10-12 മക്കളൊക്കെ വെച്ചുണ്ടാകുമ്പോൾ അതിൽ വല്യപ്പ ഉണ്ടാവും, വല്യമ്മയൊക്കെ ഉണ്ടാവും. വല്യന്മാരും വല്യപ്പാരൊക്കെ നമുക്ക് മടിയിലിരുത്തി ഈ രാജ്യത്തിൻ്റെ, ഈ സമുദായത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് മക്കളെ ബോധവൽക്കരിക്കുമായിരുന്നു. നിൻ്റെ വല്യപ്പ അങ്ങനെയായിരുന്നു, നിൻ്റെ ഉപ്പാടെ ഉമ്മ ഇങ്ങനെയായിരുന്നു, നിൻ്റെ തറവാട്ടിൽ ഇന്ന ആൾ ഇന്ന മാതിരിയായിരുന്നു, ഇന്ന രീതിയിലായിരുന്നു നമ്മുടെ ജീവിതം, ഇന്ന രീതിയിലായിരുന്നു നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നതൊക്കെ പറഞ്ഞു തരാനൊരു വല്യമ്മ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് വല്യമ്മയുണ്ടായാൽ ബഷീർ അഷറഫി നടത്തുന്ന സ്ഥാപനങ്ങളെ പോലുള്ളടത്തേക്ക് കൊണ്ടാക്കുന്ന ഒരു വ്യഗ്രതയിലാണ് ഇന്നത്തെ സമൂഹം. വൃദ്ധസദനങ്ങളല്ല, വൃദ്ധസദനങ്ങളെക്കാളും മോശമായ അവസ്ഥയിലേക്ക് എത്തിക്കപ്പെടുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി. പുതിയ വീട് തറവാടിന് എന്തായാലും അഭിമാനിക്കാവുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ബഷീർ അഷറഫി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതവിടെ ആ സ്ഥാപനത്തിൽ ഞാനിതുവരെയും പോയിട്ടില്ല, എങ്കിലും പറഞ്ഞറിവനുസരിച്ച് ആ സ്ഥാപനത്തിൽ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മുടെ രത്നങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബാദികൾ. അവരെ ഒത്തൊരുമിപ്പിച്ച് നിർത്തി കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ
പണ്ടൊക്കെ ഒരു പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ കുടുംബാദികൾ എല്ലാവരും കൂടി ഒന്നിച്ചു കൂടും. വലിയ നാക്കല വെട്ടിയിട്ട് ഒരുമിച്ച് ചോറ് വിളമ്പി കറികൾ വിളമ്പി വട്ടട്ടിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്ന ഒരു കാലഘട്ടം ഇന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഇന്ന് നമുക്ക് നിലത്ത് ചമ്മറം പടഞ്ഞ് ഇരിക്കാൻ സാധിക്കുമോ? അതാണ് നമ്മുടെ സ്ഥിതി. ആ മാറ്റങ്ങളൊന്നും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, ഇന്നത്തെ കാലഘട്ടത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് എല്ലാ വിശേഷ ദിവസങ്ങളിലും തറവാടുകൾക്ക് ഒന്നിച്ചു കൂടുവാനുള്ള ഒരവസരങ്ങൾ എല്ലാവരുമായി സൃഷ്ടിച്ചെടുത്താൽ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുവാനുള്ളത്. ഒരുപാട് ആളുകൾ എൻ്റെ അറിവിൽ പുതിയ വീട് തറവാടിന് നഷ്ടപ്പെട്ടു. അബ്ദുറഹ്മാൻക്ക, കുഞ്ഞദ്ദുക്ക, മുഹമ്മദുക്ക, അബ്ദുൽ ഖാദിർക്ക, സെയ്ദ് മുഹമ്മദ്ക്ക, പക്കർക്ക, അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പം അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് നഷ്ടപ്പെട്ടു. ഇനി ഈ തറവാടിനെ നയിക്കേണ്ടവർ നിങ്ങളൊക്കെ തന്നെയാണ്. ഈ തറവാടുമായി ഒരു അമേദ്യമായ ബന്ധം കൂടി എനിക്കുണ്ട്, എൻ്റെ കുടുംബവുമായി ഉണ്ട്. എൻ്റെ ഉപ്പാടെ ഞാൻ ഓർമ്മ വയ്ക്കുമ്പോൾ എൻ്റെ ഉപ്പാടെ സമയത്ത് ഈ പറഞ്ഞ പേരുകൾ പരാമർശിച്ചവരൊക്കെയുമായിട്ട് നല്ല ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലുമായിരുന്നു ഞങ്ങളും. ഇന്ന് കണ്ടാൽ അറിയില്ല, കൂട്ടത്തിൽ കൂട്ടാൻ സാധിക്കാത്തവർ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് എത്തപ്പെടുന്നതിന് ഒരു പുനഃപരിശോധന നടത്താനും കൂടി ഈ കുടുംബ